ലവ്ലി ഷോട്ട്സിൻ്റെ മറ്റൊരു LP UP LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസിൽ എത്രയാണ് മാർക്ക് കിട്ടിയത് എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത്? താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം മാത്രം. 2ഉം 3ഉമാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. അതായത് ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, അതേപോലെ തന്നെ ലേസർ പ്രിൻ്റർ, ഇത് രണ്ടും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽപ്പെട്ടതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം. 2, 3 ഇങ്ക് ജെറ്റ് പ്രിൻ്ററാണ്. അതേപോലെ തന്നെ ലേസർ പ്രിൻ്റർ, ഇത് രണ്ടും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൽപ്പെട്ടവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആര്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഡോക്ടർ സജി ഗോപിനാഥ്. ഡോക്ടർ സജി ഗോപിനാഥാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഡോക്ടർ സജി ഗോപിനാഥാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ. 1 മുതൽ 12 വരെ ക്ലാസ്സുകൾക്കുള്ള ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. സമഗ്ര. സമഗ്രയാണ് കുട്ടികൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ സമഗ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകളിൽ ഏതാണ് ശരിയുത്തരം? അതായത് കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകളിൽ ഏതാണ് ശരിയുത്തരം? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയുത്തരം? ആൻസർ ഓപ്ഷൻ ബി ആണ്. അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. അതായത് അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവരിൽ ആർക്കും നൽകാവുന്നതാണ്. മുകളിൽ പറഞ്ഞവരിൽ ആർക്കും പരാതി നൽകാവുന്നതാണ്. അതായത് ഉപഭോക്താവിന് നൽകാം, ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടനകൾക്ക് നൽകാം, സർക്കാരിനും നൽകാം. അപ്പോൾ മുകളിൽ പറഞ്ഞ ആർക്കും നൽകാവുന്നതാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത്. മുകളിൽ പറഞ്ഞ ആർക്കും നൽകാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അതായത് 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം താഴെ പറയുന്നവയാണ്. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക. 2, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം. ഇതൊക്കെ 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാകുന്നു. അപ്പോൾ ആൻസർ 66ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് DIR ഫയൽ ചെയ്യേണ്ടത് ആരാണ്? 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം
ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സംരക്ഷണ ഉദ്യോഗസ്ഥൻ. സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് സംഭവങ്ങളുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ DIR ഫയൽ ചെയ്യേണ്ടത്. സംരക്ഷണ ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ സി ആണ് സംരക്ഷണ ഉദ്യോഗസ്ഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടായിരത്തിയിലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ ആര്? മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 60 വയസ്സിലോ മുകളിലോ ഉള്ളവർ. 60 വയസ്സിലോ മുകളിലോ ഉള്ളവരെയാണ് മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 60 വയസ്സിലോ മുകളിലോ ഉള്ളവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ധാരാളം പരീക്ഷകൾക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺ കുമാർ മിശ്രയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിലെ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തതാര്? സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ നിയമത്തിൽ പങ്ക് വഹിക്കാത്തവർ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വീഡിയോയുടെ ലെങ്ത്ത് കുറച്ചതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ധാരാളം ലെങ്ത്ത് വീഡിയോ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ലെങ്ത്ത് കുറച്ച് 10 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തതാണ്. അപ്പോൾ മറ്റു വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.